ചായ. എന്നാ ദക്ഷിണ പിടിക്ക, പ്രസാദം പിടിക്ക, ദക്ഷിണ തരിക. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവതം പ്രന്തോഷം ശിവ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരോഹന്തനം ഇതെന്തായി കാണിക്കണേ? ഇത് സർപ്പകാവിലെ പ്രസാദല്ലേ? ഇത് കൊറേ നാളായി ഇവിടെ ഇരിക്കുക. എടി കൊറേ നാളായില്ല, അത് വീട്ടിൽ ഐശ്വര്യമുള്ള സാധനല്ലേ, ഇതൊക്കെ എടുത്തിട്ടാ കളിക്കുക. ജമന്തിയെ ജമന്തിയെ എന്തോ ഇത് എവിടെ പോയി കിടക്കണത്? ഇതെന്തായി കാണുന്നത്? കുട്ടികൾക്ക് ഇതൊക്കെയാണോ കളിക്കാൻ എടുത്തു കൊടുക്കുക? ഞാനല്ലേ എടുത്തു കൊടുത്തത്, ഇത് എന്തിനാ കാണിക്കണത്? എടി ഇത് സർപ്പക്കാവിലെ പ്രസാദല്ലേ, ഇതൊക്കെ കുട്ടികൾക്ക് എടുത്ത് കളിക്കാൻ കൊടുക്കാൻ പാടുമോ? കയ്യിലത്തിന് മഞ്ഞ കയ്യിൽ അഴുക്കായതാ പ്രശ്നം. മഞ്ഞപ്പൊടി തലയിലേക്ക് തേച്ച് വെക്കല്ലേ ഏട്ടാ. എടി നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് എടുത്തിട്ട് കളിക്കാനുള്ളതാണത്. ഇത് കുടുംബത്തിന് ദോഷം ഉണ്ടാവില്ലേ? ഇത് പഴയതല്ലേ? എടാ എനക്ക് ഓർമ്മയില്ലേ, ഈ തറവാട്ടിലെ പണ്ട് സർപ്പക്കാവ് ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ ഒരു കൊല്ലായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതിനെ ഓർമ്മപ്പെടുത്തിയതാണ് ഇപ്പൊ ഈ കുട്ടികളുടെ കയ്യിൽ ഇത് കിട്ടിയത്. മകളെ കളിക്കല്ലേ. അല്ലടി, നിങ്ങൾ കൊച്ചുണ്ടാവാൻ വേണ്ടിട്ട് മണ്ണറശാലയിൽ പോയിട്ട് ഉരുളി കമത്തിയില്ലേ? എന്നിട്ടായി നിവർത്തിയാ? ഞങ്ങക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ. എന്താ ഇവളീ പറയണ? എടി ഈശ്വരന്റെ കാരുണ്യം കൊണ്ടല്ലേ ഇങ്ങനത്തെ ഒരു തങ്ക കൊടുത്ത പോലത്തെ കൊച്ചിനെ കിട്ടിയത്? അയ്യോ ഇനിയിപ്പോ പോയി നിവർത്തണോ? പിന്നെ അതിന് ഓർമ്മപ്പെടുത്തിയതാണിത്. ഞങ്ങള് വിചാരിച്ചതേ കുഞ്ഞ് ജനിച്ചിട്ട് പോയി നിവർത്താന്നായിരുന്നു. കുഞ്ഞ് ജനിച്ച പോലെ തന്നെയാണ്. എന്തായാലും അത് ഉടനെ പോയിട്ട് നിവർത്തണം. അതിന് ദൈവം കാണിച്ചു തന്നത് അത്. ഉടനെ പോയിട്ട് തെറ്റുപണം വെക്കേ, ദൈവത്തിന്റെ മുമ്പിൽ കാശ് വെച്ചിട്ട് പറയേ ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ ചെല്ലാൻ. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് പോയാ മതി. ഇപ്പൊ ഇത് പറയണോ? പോയി പ്രാർത്ഥിച്ചിട്ട് കാശ് കുഞ്ഞു വെച്ചിട്ട് വരാൻ. എന്ത് ചെയ്യുന്ന പറയാ, സമയമായില്ലേ ഈശ്വര. ഒരു ബോധമില്ല, വിവരമില്ല. നിങ്ങളല്ലേ പറഞ്ഞു കയ്യെടു. ഭഗവാനെ ഇനി എന്തൊക്കെയാ വരികയാണോ ഈശ്വര. അങ്ങോട്ട് നേരെ എത്തി, അങ്ങോട്ട് നീങ്ങി, അങ്ങോട്ട് ചെയ്യണത്. എന്റെ പൊന്നു ക്ലീറ്റ് ഇതിന്റെ മേളിൽ കയറുന്ന ജോലി ചെയ്യണ്ട, നിങ്ങൾ താഴെ നിന്ന് കണ്ട്രാക്ട് വിടുകയാണോ? അയ്യോ ഇതിപ്പോ എനിക്ക് ചെയ്യുമോ? അങ്ങനെ നിനക്ക് അങ്ങനെ ആണ് പെണ്ണൊന്നുമില്ല, സ്ത്രീ സമത്വം. നിങ്ങൾക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്ത് നിങ്ങളൊരു ഗ്രഹനാഥനല്ലേ, നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? അയ്യോ ഗ്രഹനാഥന്റെ പദവി ഞാൻ ഇന്നലെ രാത്രി അങ്ങ് ഉപേക്ഷിച്ചു, വേണ്ടാന്ന് വെച്ചു. എന്താന്ന് ഗ്രഹനാഥൻ? ഇവിടെ റേഷൻ കാർഡിൽ വരെ നിങ്ങളെ പേരില്ല. നിങ്ങൾ കഞ്ഞി തന്നാ നമുക്ക് കുടിക്കാം, ഇല്ലെങ്കിൽ പട്ടിണി. പിന്നെ അതിനിടയ്ക്കാണ് ഇനി ഗ്രഹനാഥൻ. വേണം ഒരെണ്ണം. ഒന്നും വേണ്ട, ആ തിന്നോ ഷുഗർ കുടിച്ചാവട്ടെ. ഇത് ഉപ്പ് കട്ടടി. ഇതെന്തോന്ന് കോലം പിള്ളേരേത്? ഇതെന്തോന്ന് ഇത്? ഇതിന് മഞ്ഞ കൃഷി ചെയ്താ നിങ്ങള്? അതല്ല. പിന്നെ വഴക്ക് പറഞ്ഞ അടുക്കള കയറി മഞ്ഞളെടുത്ത് കളിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അടുക്കളയിൽ പ്രസാദം ഉണ്ടല്ലോ, നമ്മള് കളിക്കായിരുന്നു. ഏത് പ്രസാദം? എന്നിട്ട് നമ്മള് കളിക്കായിരുന്നു. പപ്പ വന്ന് വഴക്കം പറഞ്ഞു, എനിക്കിട്ട് നല്ല അടിയും തന്നു. വേണം, കിട്ടണം. അപ്പൊ നല്ലല്ലോ, സാരമില്ല, കുഴപ്പമില്ല. എന്തോരം സാധനങ്ങൾ കളിക്കാനുണ്ട്. എന്ത് കോലമാണ് പിള്ളേര്. അല്ലമ്മ ഇപ്പൊ പറഞ്ഞേ സർപ്പദോഷം കിട്ടുമെന്നല്ലേടി? അങ്ങനെ ഒരു ദോഷമുണ്ടോ? അങ്ങനെയൊക്കെ ദോഷമുണ്ട്. സർപ്പദോഷോ? ഞാൻ വിചാരിച്ചു ദോഷം. മറ്റേ ആ അമ്പലത്തിലെ മഞ്ഞളെടുത്തല്ലേ കളിച്ചത്, രണ്ടിനും കിട്ടും സർപ്പദോഷം, നോക്കിക്കോ. ചുമ്മാതൊന്നും അല്ല. അത് ഈ വയസ്സായ അപ്പന്മാരില്ലേ, അവർക്കേ കിട്ടുള്ളൂ. അല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ വാതറ, പിള്ളേർക്ക് പറഞ്ഞു പഠിപ്പിച്ചതാ. എന്നാ വാതറ, എന്നാ വാതറ. പോയി എവിടെയെങ്കിലും പോയി കളിച്ച എന്റെ പൊന്നു തക്കളി. എവിടെ പോവാ അകത്ത് പോയി പുറത്ത് എവിടെ? പുറത്ത് പോയി ഈ വെയിൽ കൊള്ളരുത്. വെയിൽ കൊള്ളാതെ എവിടെ തളർത്തിരുന്ന് കളിക്ക് പോ. ഞങ്ങളൊക്കെ വെയിൽ കൊണ്ട് തന്നെ കളിച്ചത്, പുറത്ത് പോയി കളിച്ചത്. അതുപോലത്തെ അല്ല ഇതൊക്കെ, നീയൊക്കെ തീ കുരുത്തത് ഇതൊക്കെ ഉണ്ട്. അങ്ങനത്തെ അല്ല, എവിടെയും തണലത്ത് വരുന്ന കളിക്കും. നല്ല വെയിലും കൊണ്ട് ചുമയും കുറേ അസുഖമായി, പിന്നെ ആശുപത്രി കൊണ്ട് കടക്കണേ. വെയില് കൊള്ളല്ല. വേണ്ട വേണ്ട, കളിക്കരുത്. ക്ലീറ്റോ എന്തോരം ക്ലീറ്റോ തിന്നണത് ഈ കൊച്ചുങ്ങൾക്ക് മേടിക്കരുത്, നിങ്ങളുടെ തന്നെ തിന്നെടുക്കാൻ. Sauce potato chip chip chip, sauce potato chip chip chip, green roll, mutton roll, chicken roll. Subagero. Idu vechadi. Subagero miyaro miyan. Juice and juice, sauce potato chip chip chip, sauce.
സോസ് കളി സോസ് പൊറ്ററ്റോ ചിപ്പ് 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 ഗ്രീൻ റോൾ മട്ടൺ റോൾ ചിക്കൻ റോൾ ജംപ് സുബകരമി ആരോ ജ്യൂസ് സോസ് പൊറ്ററ്റോ ചിപ്പ് 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 സോസ് പൊറ്ററ്റോ ചിപ്പ് 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 ഗ്രീൻ റോൾ മട്ടൺ റോൾ ചിക്കൻ റോൾ ജംപ് ഇങ്ങനെ വാ അടി ഇപ്പൊ എന്തൊരു ശബ്ദം കേട്ടായിരുന്നു രണ്ടോട്ടം കേട്ടില്ലേ ശബ്ദം ഉണ്ടായിരുന്നു മാമി ഞങ്ങൾ അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഇതൊരു താഴോട്ട് പൊട്ടിച്ചാ ഇല്ല, എന്തൊരു ശബ്ദം. എന്ത് ശബ്ദം? മാമി ഇനി വന്നേ വാ, എവിടെയാ? അവിടെ ബെഡ്റൂമില്. വാ വാ, വെറുതെ ഒന്നും കാണത്തില്ല. കാണുമായിരിക്കും അമ്മ. വാ, നിങ്ങൾ എവിടെയാ ശബ്ദം കേട്ടത്? ഇവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇവിടെ മാമി നമ്മളെ ഞാൻ നല്ലും കൂടി ഇവിടെ കളിക്കായിരുന്നേ ആദ്യം ഒരു എന്ന് പറഞ്ഞ ശബ്ദം ഇവിടുന്ന് കേട്ട് എന്നിട്ട് നമ്മളത് വിട്ടിട്ട് വീണ്ടും കളിച്ച് വീണ്ടും ഇവിടുന്ന് ശബ്ദം കേട്ട് ഇവിടുന്ന് തന്നെയാ? ഒരു പാമ്പൊക്കെ ഉണ്ടല്ലോ. എന്ത് ശബ്ദമാ കേട്ടത്? പാമ്പിന്റെ എന്റെ ശബ്ദം. അമ്മേ, ശരിക്കും കേട്ടാ? കേട്ടില്ലേ? അമ്മാവാ, അമ്മാവാ, ഒന്നിങ്ങി വന്നേ. എന്തേ അമ്മാവ് ഇവരെന്തോ ശബ്ദമൊക്കെ കേട്ടെന്ന്. എവിടുന്ന്? ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഇതിന്റെ മുകളിൽ എന്ത് ശബ്ദം കേട്ട്? ഇവര് കളിച്ചോണ്ടിരുന്നപ്പോ എന്തോ പാമ്പിന്റെ പോലത്തെ ശബ്ദമൊക്കെ കേട്ടെന്ന്. കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു ശബ്ദം കേട്ട്, പിന്നെ ഞങ്ങള് വിട്ട്, പിന്നെ വീണ്ടും ഇരുന്നപ്പോ വീണ്ടും ഒരു ശബ്ദം. അപ്പൊ രണ്ടോട്ടം കേട്ട് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ ഈശ്വര? ഒരു ശബ്ദം കേട്ടില്ലേ? ഉണ്ടല്ലോ, ശബ്ദം ഉണ്ട്. ഒരു മണവും വരുന്നില്ലേ അമ്മാവ? ആ ഇത് മൂർഖൻ ഇതിന്റെ മുകളിൽ എവിടെ മൂർക്കരിക്കുന്നുണ്ട് മുട്ടിട്ട്. അപ്പോഴാണ് ഈ മണം വരിക. ഇറങ്ങിക്കോ, ആരും ഇങ്ങോട്ട് കയറണ്ട. നടക്ക്, അങ്ങോട്ട് നടക്ക്, പുറത്തേക്ക് നടക്ക്. ഈശ്വര, എന്താ അപ്പത്? ഓരോരോ വേണ്ടാത്ത കാട്ടി കൂട്ടുമ്പോ ആലോചിക്കണം കുടുംബത്ത് ദോഷം ഉണ്ടാവും എന്നുള്ളത്. ഡാ ക്ലീറ്റസേ, തങ്ക അങ്ങോട്ട് വാ. ഇപ്പിറ്റത് എവിടെ പോയി കിടക്കണ്? ഇങ്ങോട്ട് വാ വേഗം. ചൂട് കാരണമായിരിക്കുമല്ലേ അമ്മാവ? എടി ചൂട് കാരനാണെങ്കിൽ അപ്പുറത്തോ എവിടെയും പോയിരുന്നൂടെ? ഇത് ഇവിടെ വന്നത് സർപ്പകോപാണ്, അത് കാണിച്ചു തന്നതാ. ആവശ്യമില്ലാതെ പ്രസാദൊക്കെ എടുത്തിട്ട് അകത്ത് കനകന്റെ റൂമില് പാമ്പ്. എന്നിട്ടാണ് ഞങ്ങളെ പാമ്പിന്റെ വായി കൊണ്ടിട്ട് കഴിഞ്ഞോടന്നെ. എന്താ ചെയ്യേണ്ടി ചോദിക്കാനാണ്? നിങ്ങൾ അതിന് വരുത്താണല്ലോ. പാമ്പിനെ കണ്ടോ? മുറിയിലാണ്. ആരാ കണ്ടത്? പാമ്പിനെ ആരാ കണ്ടത്? നിങ്ങൾ എന്ത് കണ്ടു? പാമ്പിനെ കണ്ടോ നിങ്ങൾ? ശബ്ദം കേട്ട് പാമ്പിന്റെ ശബ്ദം എന്തെന്ന്? മറ്റേ എങ്ങനെ പാമ്പിന്റെ ശബ്ദം? ഇതാണോ? കുട്ടികൾ മാത്രല്ല ഞങ്ങളും കേട്ടു. എങ്ങനെ നിങ്ങൾ കേട്ടോ? ഇല്ല, എങ്ങനെ കേട്ടെ? ആണോ? അപ്പൊ പാമ്പ് തന്നെയാണ്. നോക്കണ്ട, പാമ്പ് തന്നെയാണ്. അതെ, ആ റാക്കിന്റെ മുകളിൽ നിന്നാണ് ശബ്ദം കേട്ടത്. കുട്ടികൾ കേട്ടത് ഞങ്ങൾ നിൽക്കുമ്പോ ഞങ്ങളും ശബ്ദം കേട്ടു. എന്നാ ഒന്ന് വന്ന് നോക്ക്. നീ കളിക്കരുത്. നിന്റെ പാമ്പ് നിന്റെ ആരടി? നിന്റെ കുഞ്ഞമ്മയുടെ മോളാ അങ്ങ് ചെന്ന് കേറാനായിട്ട്. പിന്നെ പാമ്പിനെ കളയണ്ടേ? കളയാതെ എങ്ങനെ ചെന്ന് പോയാൻ പറഞ്ഞാ പോവോ? അതിന്റെ കമ്പ എന്തായാലും എടുക്കണം. ഒരു മണവും ഇല്ലേ? ആ ഒരു മണുണ്ട്, ഒരു കപ്പ പുഴുങ്ങിയ മണം. പാമ്പ് വാ വിളിക്കുമ്പോ ഒരു മണം ഉണ്ടെന്ന് പറയത്തില്ല, അങ്ങനത്തെ ഒരു മണം. അതെങ്ങനെ അറിയോ? മൂർഖനാണ്. അതാണ് ഇരിക്കുമ്പോ മുട്ടിട്ടിട്ടാണ് ഇരിക്കുമ്പോഴാണ് ഈ സ്മെല്ല് വരിക. അതാ റേക്കില് മുട്ടിട്ടിരിക്കാണ്. ഇത് സംഭവം ഉണ്ടായി, ഞങ്ങളുടെ പാർട്ടി ഓഫീസിലുണ്ടായി. കുറച്ചാൾ മുമ്പ് ഞാൻ ഇങ്ങനെ പാർട്ടി ഓഫീസിൽ എന്ന് നേരത്തെ ചെല്ലുമല്ലോ, ഇങ്ങനെ ചെല്ലുമ്പോ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരാക്കല്. അപ്പൊ ഞങ്ങള് അപ്പോഴും എതിർ പാർട്ടിയായിട്ട് ഭയങ്കര ഉടക്കായിരുന്ന സമയമാണ്. നമ്മൾ കരുതിയ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് എതിർ പാർട്ടിക്കാരൻ വന്ന് നമ്മളെ കളിയാക്കിയിട്ട് പോകുന്നുണ്ട്. നേരെ ചെന്ന് അവന്റെ പാർട്ടി ഓഫീസൊക്കെ അടിച്ച് പൊളിച്ച് തകർത്തിട്ട് ഞങ്ങളെല്ലാം കൂടെ വന്നിരുന്ന് സോഡ നാരങ്ങ കുടിച്ചോണ്ടിരുന്നപ്പം വീണ്ടും ചേർക്കുന്നത്. അയ്യോ, അതേമാതിരി ശബ്ദം കേട്ട്. സംഭവം എന്താണ്? അങ്ങനെ ഇടക്കണം മുട്ടായിട്ടിട്ട് മൂർക്കാൻ. എന്നിട്ട് എന്നിട്ട് എന്താ അപ്പൊ തന്നെ എല്ലാരും കൂടെ കൂടി തീരുമാനിച്ച് നമ്മളെല്ലാം കൂടെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട്. അവന്റെ മഹാഭാവി അതിനൊന്നും കൊല്ലാൻ പാടില്ല, കുടുംബത്ത് ദോഷം ഉണ്ടാവും. ആര് കൊന്ന്? ഞങ്ങളെല്ലാം അവിടെ പാർട്ടി ഓഫീസ് പൂട്ടി 1.5 മാസത്തേക്ക് പിന്നെ പാർട്ടി ഓഫീസ് തുറന്നേ ഇല്ല. കിടന്ന അങ്ങനെ 1.5 മാസം.
മുട്ട ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. പിന്നെ അതിനെ കാണിച്ചു തരാ. പാമ്പ് മുട്ടയിട്ട് കിടക്കുമ്പോ ആര് ചെന്നാലും ചീച്ചിങ്ങട് വരും. ഞങ്ങൾ 4 പേരും കേട്ടത് ഇങ്ങോട്ട് വന്നേ. ഞാനിത് എപ്പോഴും പറയണാണ്, ഈ വീട് ഇവിടെ എന്തോ പണ്ടെന്താണ്ട് ഒരു ഈ പാമ്പിന്റെ ഇതായിരുന്നാണ് ഇന്ന് കാണിച്ചു തന്നോടാ. അന്ന് ഞാൻ വരുമ്പോ കാണിച്ചു തന്നു. ആവശ്യമില്ലാണ്ട് ആ പ്രസാദം എടുത്ത് കളിക്കുമ്പോ തന്നെ ഞാൻ കണക്കാക്കി എന്തോ ദോഷം വരാണ്ട്. ഇനി ഇത് പറഞ്ഞോണ്ട് നിൽക്കാതെ എന്താ ഇതിനുള്ള വഴിന്ന് നോക്ക്. ഇനി ചെയ്യണം എന്താ? ജംഗ്ഷനിൽ പോയ പയ്യന്മാരെ വിളിച്ചോണ്ടിരാൻ ഞാൻ തല്ലിക്കൊല്ലാം. കൊല്ലാൻ പാടില്ല, പൊറ്റാണ്. അത് ചെയ്തുകൂടാ, ആവാസ വ്യവസ്ഥക്ക് ദോഷവും. പിന്നെ കയറി ഇരുന്ന് ആവാസതരം കാണിക്കാമോ? ആവാസമല്ല, ആവാസ വ്യവസ്ഥ. എന്ത് കുമ്പായാലും ഇതിനെ തല്ലി കൊല്ലണം. ഇങ്ങൊന്നും ഇല്ലാതിരിക്കും, കൊല്ലാൻ പാടില്ല. സർപ്പകോപം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ചെയ്യും, സദ്യയൊക്കെ വെച്ച് നിങ്ങൾ അതുകൊണ്ട് ഇതിനങ്ങോട്ട് കൂട്ട്. എടാ കനകനെ വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എന്റെ റൂമിൽ നിന്ന് പാടില്ലേ. മനുഷ്യരെ ഇവിടെ ഉയിര് പേടിച്ച് നിൽക്കുമ്പോ അവിടെ നിന്ന് നീ കട നിന്നെ മനുഷ്യരെ ഒന്നാമത് ഇവിടെ പേടിച്ച് നിൽക്കണം അതിന്റെ ഇടയ്ക്ക്. അതെ, ഇതിപ്പോ തല്ലിക്കൊല്ലണം. ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിരുന്ന ഇത് അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട് നേരെ വരും ഞങ്ങളെ ബെഡിന്റെ അടിയിൽ. ഇല്ലടാ, മുട്ട ഇട്ടിട്ടാണ് ഇരിക്കണ പാമ്പ്. മുട്ട വിരിയുന്നവരെ എങ്ങോട്ടും പോവില്ല. ആരെങ്കിലും മുട്ടയുടെ അടുത്തേക്ക് ചെന്നാ ചീറ്റി വരും, അത്രേ ഉള്ളൂ. കൊല്ലാൻ പാടില്ല. ഇങ്ങനെ പത്രം വായിക്കണ പോലെ പറയുന്നത് മാത്രം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ വിളിക്കാം, കനകനെ വിളിക്കാം. എന്റെ റൂമിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാമ്പിനെ കിട്ടിയില്ലേ? ആ പാമ്പിനെ പിടിച്ചോനായിട്ട് ഇങ്ങോട്ട് വരാൻ പറയാ. അയാൾ വന്നിട്ട് പാമ്പ് മുട്ടയിട്ട് അങ്ങോട്ട് പൊക്കോളും. ഏവരെ പിടിച്ചാലും ഇതിനെ തല്ലിക്കൊല്ലണം. എന്റെ ക്ലീറ്റ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ലെന്ന്. വന്യമൃഗം അല്ലേ, ഇഴജന്തു അല്ലേ എന്താ ആവട്ടെ മിട്ടായിരിക്കും. വിട്ടണോ? അതെ, ആള് കൂടിയ പാമ്പ് ചാവൂല. ഇറങ്ങിക്കോ, പുറത്തേക്ക് ഇറങ്ങിക്കോ. നീ ഇവിടെ വന്നിട്ടില്ലല്ലേ? ഇല്ല, ഇത് പക്ഷെ ഭയങ്കര സംഭവം തന്നെടാ. ഒരുമിച്ച് കാണാൻ നല്ല രസമുണ്ടല്ലേ? എല്ലാം ആയില്ലേ? ഇത് പക്ഷെ ഒരു സത്യം ഉണ്ടേട്ടാ, ഇവിടെ നിന്ന് പോകുമ്പോ കുറച്ച് കൊണ്ടുപോകണം. നല്ല വളവിടാത്തോണ്ടേ നല്ല ഇതായിരിക്കും. എന്തോന്ന് വളവിടാത്ത ഇത് എന്റെ പൊന്നളിയാ, ഇതെല്ലാം വളമിട്ട തന്നെ. വളമിടാതൊന്നും നടക്കൂല ഇപ്പോഴത്തെ കാലത്ത്. അതൊക്കെ നേരത്തെ. പിന്നെ വീട്ടിലേക്ക് 1-2 ഇത് വേണമെങ്കിൽ നമുക്ക് വളമിടാതെ വെക്കാം. വീട്ടിൽ കൃഷി ചെയ്താ. അല്ലാതെ ഇതിങ്ങനെ ഈ 3 എണ്ണം വെച്ചിട്ട് വളവിടാതെ കീടനാശിനി അടിക്കായിരുന്നല്ലേ അവസാനം. വേണ്ട. ഓ, ഇത് ഇങ്ങനെ പുഴു കുത്തി ഇത് കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ കുഴപ്പമില്ല. അടി പറ്റിയില്ല, അതാണ് പറ്റിയത്. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിരുന്നു ചേട്ടാ, ഇവിടെ ഇരുന്ന് കടിച്ചാ പോരെ സാധനങ്ങളൊക്കെ. സാധനം ഉണ്ടാ? ബീസാറിന്റെ അളിയൻ വന്ന് ഗൾഫിൽ നിന്ന്. അപ്പൊ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു സാധനം ഇരിപ്പുണ്ട്. നീ എടുത്തോണ്ട് വാടേ, എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാൻ അങ്ങനെയാണ്. വൈകുന്നേരം പറ്റുള്ളൂ. വൈകുന്നേരം പറ്റുള്ളൂ. ശരി, വൈകുന്നേരം. എവിടെ ഇരിക്കാം? അല്ല, അന്നത്തെ പോലെ നോക്ക്, നിന്റെ വീട്ടിൽ ഇരുന്നാലോ. ഹലോ, എന്തോന്ന് മതിയായില്ലല്ലോ എനക്ക്? നിനക്കെന്ത് കുഴപ്പം? ഞാനല്ല അനുഭവിച്ച മൊത്തം. അവിടെ നീ എന്നെ പറയാനൊന്നും ബാക്കിയില്ലെന്നല്ലോ. പോലെ അറിയാൻ മതി ആയില്ലെന്ന് നീ എന്തോന്ന് പറയുന്നത്? ഞാൻ 2 ദിവസം പേടിച്ച് എനിക്ക് നേരെ ആകാരം വീട് ഉറക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ അവർ വിളിച്ചിട്ട് രാഗിരാറ്റ ഒറ്റ പറയുകയാണെങ്കിൽ പറഞ്ഞേ. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്കിപ്പോ ഉറക്കമൊന്നുമില്ലല്ലോ. 2 ദിവസമായിട്ട് ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാ ദിവസം പറയും വൈകുന്നേരം കൂട്ടുകാരന്മാരെ വിളി, കള്ള എന്റെ ജീവിതത്തിൽ കുടിച്ച വെള്ളത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല. എന്തൊക്കെ നമ്പരായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്നെ കൊന്ന് കൊല വിളിച്ചു. ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച പേരെല്ലാം അതുകൊണ്ട് പാട്ടത്രയും സൂപ്പറായിരുന്നു. നമുക്ക് എന്തിരിക്കാം അപ്പം? നമുക്ക് അടുത്ത ആഴ്ച ഇരുന്നല്ല? അതെ, അടുത്ത ആഴ്ച പറ്റില്ല. അടുത്ത ആഴ്ച എനിക്ക് മണ്ണാർ സ്ഥലം പോകണം. മണ്ണാർ സ്ഥലം എന്തിനാ? അതായത് ഈ കൊച്ചുണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഉരുളി കമത്താൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കൊച്ചുണ്ടല്ലോ. അപ്പൊ കൊച്ചു വന്നതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഉരുളി ഇങ്ങനെ തിരിച്ചു അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ ഞാനത് മറന്നുപോയി. അപ്പൊ ഇപ്പൊ അമ്മ പറഞ്ഞു വെച്ചാല് അത് ഉടനെ പോകണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്, സർപ്പദോഷം ഉണ്ടാവും, പാമ്പ് കടിയേക്കും. അപ്പൊ അത് കാരണം നമുക്ക് ഇനി പോകാതിരിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് കാരണം അവരുടെ വിശ്വാസങ്ങളാണ്. രാവിലെ തന്നെ കൊച്ചുങ്ങൾ ആ മഞ്ഞപ്പൊടി എടുത്ത് കളിച്ചെന്ന് പറഞ്ഞ അമ്മാവ് ഇനി പറയാനൊന്നും പറ്റില്ല. അമ്മ വന്നിട്ടുണ്ടോ? അമ്മാവനാണല്ലേ ഭക്തിയുടെ ആള്. ഓക്കെ, പുള്ളി പറയണെന്ന് കേട്ടല്ലേ വരുള്ളൂ. പ്രായത്തിൽ കൂത്താണല്ലേ. അപ്പൊ പിന്നെ സമാധാനമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അവളാ. ഹലോ, അത് ശരി. ഞാൻ പറഞ്ഞിട്ട് പോടാ. ഒന്നുമില്ല, ഞാൻ വരാം. ഞാൻ വിളിക്കാം. ഈ രായൻ സാറിന്റെ പറമ്പില് ഞാൻ കാട് വെട്ടിക്കൊണ്ടിരുന്നത് 4 പാമ്പ്, 2 വലുതും 2 ചെറുതും. പാമ്പ് എന്നെ കണ്ടു, ഞാനും കണ്ടു. നമ്മൾ പേടിക്കരുത്. ഞാൻ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പം അതങ്ങോട്ട് പോയി. അയ്യോ, അപ്പൊ പിന്നെ നീ പേടിച്ചോടിച്ച് വീടിനകത്തോട് ഓടി വന്ന് കയറിയത്? എനിക്ക് പേടിയല്ലേ. അതെ,
നിങ്ങൾ ഈ വടിയൊക്കെ പിടിച്ച് നിൽക്കണ വെള്ളം പാമ്പിനെ കണ്ടാൽ തല്ലി കൊല്ലരുത്, സർപ്പദോഷം ഉണ്ടാവും. ഞാൻ കനകനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവൻ ആ പാമ്പിനെ പിടിക്കാനുള്ള ആളായിട്ട് വരും, എന്നിട്ട് കൊണ്ടേക്കോളും. ഇത് തല്ലാൻ വേണ്ടിയല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാടി നിൽക്കാമല്ലോ, പാമ്പ് വരുവാണ്. ഞാനൊരു കാര്യം പറയാം. വേണ്ട, പാമ്പും പാർക്ക് എന്നൊരു ബോർഡ് അവിടെ ഗേറ്റിന്റെ അവിടെയും വെച്ച് ഇവിടെയും വെച്ചാൽ നല്ലതായിരിക്കും. ശരിക്കും ആള് വരും കാണാനായിട്ട്. ഞാൻ എപ്പോഴും പറയണതാണ്, ഇതെല്ലാം കൂടെ ഇടിച്ചു പൊടിച്ച് കിട്ടണ വിലയ്ക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയി താമസിക്കാന്ന്. പുറത്ത് കൊടുക്കുന്നെങ്കിൽ പറയണം. ഇപ്പൊ തന്നെ വേണോ? അല്ല ഞാനൊന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞെന്ന് ഞങ്ങൾ കുടുംബക്കാരെ ആലോചിക്കാം. ഇവിടെ കൊടുക്കണില്ല, ഞങ്ങൾ വെളിയിലേ കൊടുക്കണുള്ളൂ. ഓ, ഇവൻ തേക്കൻ കഴ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന പാമ്പിനെ ആര് പിടിക്കൂടെ? എവിടെ പാമ്പിനെ പിടിക്കുന്ന ആളെവിടെ? പാമ്പിനെ കണ്ടോ? ഈ പിള്ളേര് പാമ്പിനകത്ത് കണ്ടോ? നമ്മുടെ മുറിയിലേട്ടാ. ആരാ കണ്ടത്? കണ്ടില്ല, സൗണ്ട് കേട്ട്. എന്ത് സൗണ്ട്? ഒരു എന്ന് പറഞ്ഞു. എടാ കുട്ടിയോട് ശബ്ദം കേട്ടില്ല എന്നോട് വരാൻ പറഞ്ഞത്. നീ എന്നിട്ട് ഇങ്ങനെ കൈ വീശിയിട്ട് വരിക. ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞതാ, സർപ്പകോപുണ്ട്. ആ കുട്ടികളെ എടുത്ത് കാണിച്ചപ്പോ നമുക്ക് സിഗ്നൽ കിട്ടിയതാണ്, വഴിപാട് ചെയ്യണം വഴിപാട് വിളിക്കേട്ടാ. അല്ല നോക്കട്ടെ ഒന്ന്. നീ കയറി ഇങ്ങനെ നോക്കണേ, അത് മുട്ടട്ട് കിടക്കുകയാണ്. പാമ്പ് അടുത്തേക്ക് വന്നാ ചീറ്റും. പാമ്പിനെ കണ്ടില്ല, നമ്മൾ നോക്കട്ടെ ഒന്ന്. ഞാൻ വേണ്ടാത്ത ഞാൻ ഈ സൈറ്റിലൊക്കെ പോകുമ്പോ കാണുന്നതന്നെ പാമ്പിനെ. അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് 4 പാമ്പാണ്, നീ കണ്ട? 2 വലുതും 2 ചെറുതും. വടിക്കണോ? നീ പാമ്പിനെ കണ്ടായിരുന്ന? നീ ഇവിടെ നിൽക്കണേ. നിങ്ങൾ ബഹളം വെക്കാതിരിക്കുക. ഞാൻ ഈ ഇതിനൊക്കെ പോകുമ്പോ കാണുന്നല്ലേ, സൈറ്റിൽ പോകുമ്പോ കാണുന്നല്ലേ. മാത്രം പറഞ്ഞാ അപ്പൊ എന്താ എടാ എടാ മുട്ടട്ട് കിടക്കുകയാണ്, അത് ചീറ്റി വരും. അത് എന്റെ പൊന്ന് ഷിബു ഒന്ന് പോയി വിളിച്ചു. പിന്നെ 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 ഇവ എന്ത് കരുതി കയറി പോയത്? അകത്ത് പെറ്റ് കിടക്കുന്നത് പാമ്പാണ്, അവന്റെ പെങ്ങളല്ല കേട്ടോ. അതുകൊണ്ട് കാര്യം പോക്കാം. എന്റെ പൊന്നു വെച്ച് വിളിക്ക്, എന്റെ പൊന്നു വെച്ച് വിളിക്ക്. 4 സൈഡിൽ നിന്ന് കടിക്കും, 4 പാമ്പാ. ഇങ്ങോട്ട് പോരേട്ടാ, ആരെങ്കിലും വിളിക്കാം. പാമ്പിനെ കണ്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു സാറിന്റെ അളിയൻ ഗൾഫിൽ നിന്ന് തന്ന സാധനം ഇത്. എടാ ഇതും പാമ്പുമായിട്ട് എന്തോന്ന് ബന്ധം? അളിയ ഇത് എയർ ഫ്രഷനറാ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു സൗണ്ട് വരും. അപ്പോഴാണ് ഈ പെർഫ്യൂം വെളിയിലേക്ക് വരുന്നത്. അതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടത്, അല്ലാതെ പാമ്പല്ല. അത് രാവിലെ ഫിറ്റ് പോയി കഴുതെടുത്ത് പറയാൻ പറഞ്ഞത്. ഇതാ കണ്ടോ, അത്രേ ഉള്ളൂ. അപ്പോഴേ കരുതിയിരുന്നു ഇത് പാമ്പല്ല, ഇത് വേറെന്തോ ഇതുപോലത്തെ സാധനമായിരിക്കും എന്നൊക്കെയല്ലേ പറയാൻ പറഞ്ഞത്. ഇനി ആ മാതിരത്തെ ഡയലോഗ് കൂടെ വേണ്ട കേട്ടാ. ഹലോ